الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുന്ന സമയം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത്, ആ വിഷയത്തിലെ അർ-റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം, അതാണ് 2 ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി അതിലെ സുപ്രധാനമായ ഒരു വിഷയം ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും. അതിന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയം മനസ്സിലാക്കിയ സ്വഹാബികൾ അവർ പകർന്നു നൽകിയ വിശ്വാസപരമായ വിവരം, അത് പിന്തുടരുന്ന അഹ്ലുസുന്നയുടെ ആളുകൾ അവർ വിശ്വസിച്ചിട്ടുള്ള വളരെ ഗൗരവമായ ഒരു വിശ്വാസവും, എന്നാൽ പിൽക്കാലത്ത് അതിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ചില ആളുകൾ ഭിന്നിക്കുകയും അവരുടെ ബുദ്ധിക്കും അവരുടെ യുക്തിക്കും തോന്നുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വിശകലനം ചെയ്യുവാനും വിശദീകരിക്കുവാനും ശ്രമിക്കുകയും അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ കൈകടത്തുന്ന പ്രവർത്തനങ്ങളായി തീരുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി അത്തരം പ്രവർത്തനങ്ങളെ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിമർശിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉന്നതമായ മെച്ചമായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവിൻ. وَذَرُوا الَّذِينَ يُلْحِدُونَ فِي أَسْمَائِهِ سَيُجْزَوْنَ مَا كَانُوا يَعْمَلُونَ. وَذَرُوا الَّذِينَ يُلْحِدُونَ فِي أَسْمَائِهِ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളെ നിങ്ങൾ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയെ അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായി പഠിപ്പിക്കുന്ന ഒരു വിഷയം അല്ലാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നതാണ്. അല്ലാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും കൃത്രിമം കാണിക്കുക എന്നത് വലിയ തെറ്റായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അവർക്ക് അല്ലാഹു അതിന്റെ ശിക്ഷ നൽകുമെന്നും പരിശുദ്ധ ഖുർആൻ ഈ വാചകത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യം, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. പരമകാരുണികനായ അല്ലാഹു അർശിന്മേൽ ആരോഹണം ചെയ്തു, അല്ലെങ്കിൽ ആസനസ്ഥനായി.
ഈ വിഷയവും അതുപോലെയുള്ള അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ വജ്ഹ്, ഇങ്ങനെ തുടങ്ങുന്ന ആളുകൾ പെട്ടെന്ന് തെറ്റുധരിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ സ്വന്തം യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് അവിടെ അങ്ങനെ പറയേണ്ടതില്ല എന്നുവരെ വിശദീകരിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പിൽക്കാലത്ത് ചില ആളുകൾ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ പണ്ഡിത ലോകം ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഗൗരവമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചതായി അഖീദത്തുൽ വാസിത്തിയ്യയിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്ന കാണാം. അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സു ഫീ കിതാബിൽ അസീസ് വബിമാ വസഫ ബിഹി റസൂലുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു അവന്റെ നഫ്സിന് വിശേഷണം പറഞ്ഞതിൽ വിശ്വസിക്കണം. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് എന്താണോ അതിൽ നമ്മൾ വിശ്വസിക്കണം. എങ്ങനെ? മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീലിൻ. എങ്ങനെ വിശ്വസിക്കണം? അതിൽ മാറ്റം വരുത്താതെ വിശ്വസിക്കണം, തഹരീഫ് കൂടാതെ വിശ്വസിക്കണം. അതുപോലെ തന്നെ വലാ തഅതീലിൻ, നിഷേധം കൂടാതെ സ്വീകരിക്കണം. വമിൻ ഗൈരി തക്യീഫിൻ, രൂപം പറഞ്ഞുകൊണ്ട് എങ്ങനെ എന്ന് വിശദീകരിക്കാതെ, വലാ തംസീലിൻ, ഉപമ പറഞ്ഞുകൊണ്ടും ആ രൂപത്തിലൊന്നുമില്ലാതെ അല്ലാഹു അവന്റെ നഫ്സിനെ എങ്ങനെ വിശേഷിപ്പിച്ചോ അങ്ങനെ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നഫ്സിനെ എങ്ങനെയാണോ വിശദീകരിച്ചത്, വിശേഷിപ്പിച്ചത്, അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അവിടെ ഒരു കാര്യത്തിലുള്ള നിഷേധമോ മാറ്റിത്തിരുത്തലോ ഉപമ പറയുകയോ രൂപം പറയലോ ഒന്നുമില്ലാതെ അങ്ങനെ വിശ്വസിക്കലാണ് വേണ്ടത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം മാത്രമല്ല ധാരാളം പണ്ഡിതന്മാർ അതെങ്ങനെ വിശദീകരിച്ചത് കാണാം. അപ്പൊ ഒന്നാമത്തെ വിഷയം, 4 കാര്യങ്ങൾ ഇതിൽ ഗൗരവമായി പഠിക്കണം. ഒന്ന്, തഅ്തീൽ അഥവാ അല്ലാഹുവിന്റെ നാമങ്ങളെ നിഷേധിക്കാൻ പാടില്ല. 2, തംസീൽ തശ്ബീഹ്, അല്ലാഹുവിന്റെ നാമങ്ങൾക്ക് അല്ലെങ്കിൽ വിശേഷണങ്ങൾക്ക് സൃഷ്ടികളോട് അതിനെ സദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയാൻ പാടില്ല. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിന് വിശേഷിപ്പിക്കാത്ത, അവന്റെ നഫ്സിന് വെക്കാത്ത നാമങ്ങളെ അല്ലാഹുവിലേക്ക് ചേർത്തു പറയുക. 4, അല്ലാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് ബിംബങ്ങൾക്ക് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് നാമം നൽകുക. ഈ 4 കാര്യങ്ങളും ഗൗരവമായി കാണേണ്ടതാണ് എന്നാണ്. നിഷേധിക്കാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ നാമങ്ങളായി അല്ലാഹ് പരിചയപ്പെടുത്താത്തത് അല്ലാഹുവിന്റെ നാമം പറയാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ നാമങ്ങളെ വിഗ്രഹങ്ങൾക്ക് ബിംബങ്ങൾക്ക് നാമം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുശ്രിക്കുകൾ ഉസ്സ എന്ന വിഗ്രഹത്തിന് അതിന് പേര് നൽകുമ്പോ അല്ലാഹുവിന്റെ അസീസ് എന്ന നാമത്തിൽ നിന്നാണ് ഉസ്സ എന്ന നാമം ചേർത്ത് വിളിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ നാമങ്ങൾ അത് വിഗ്രഹങ്ങൾക്ക്, അതിൽ നിന്ന് വിഗ്രഹങ്ങൾക്ക് നാമങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഗൗരവതരമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഞാനിത് വിശദീകരിക്കണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ ഗൗരവതരമായ ഒരു സമീപനം നടക്കുന്നുണ്ട്. അഹ്ലു സുന്ന എന്ന വിഭാഗമായ സലഫികൾ, എന്നാൽ അഹ്ലുൽ ബിദ്അത്തിന്റെ വിഭാഗമായ മുഅ്തസിലത്തിന്റെയും അതുപോലെ തന്നെ ജഹ്മിയത്തിന്റെയും വിശ്വാസം കൊണ്ടു നടക്കുന്ന നമ്മുടെ നാട്ടിലെ മറ്റുള്ള വിഭാഗം, അവർ സാധാരണ പ്രയോഗിക്കാറുള്ളത്, സലഫികളായ ആളുകൾ അവർ അല്ലാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം നടത്തി, സ്വന്തം വ്യാഖ്യാനം നടത്തി, അങ്ങനെ അവർ പിഴച്ചു എന്നാണ് പറയാറുള്ളത്. അഹ്ലു സുന്ന ഞങ്ങളാണെന്നും വിശദീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഒരു പഠനം ആവശ്യമാണ്. അബൂ ഹനീഫ ഇമാം പറയാൻ, ഒന്നാമത് മനസ്സിലാക്കുക. ഇമാം അബൂ ഹനീഫ പറയുകയാണ്, വസിഫാത്തുഹു, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, ബിഖിലാഫി സിഫാത്തിൽ മഖ്ലൂഖീൻ, സൃഷ്ടികളുടെ വിശേഷണങ്ങൾക്ക് എതിരാണ്. യഅലമു, അല്ലാഹു അറിയുന്നു, ലാ കഇൽമിനാ, നമ്മുടെ അറിവ് പോലെയല്ല. വയഖ്ദുർ, അല്ലാഹുവിന് കഴിവുണ്ട് അല്ലെങ്കിൽ അവന് കഴിയുന്നു, ലാ കഖുദ്റതിനാ, നമ്മുടെ കഴിവ് പോലെയല്ല.
വയറാ, അല്ലാഹു കാണുന്നു. ലാ കറുഇയതിനാ, നമ്മുടെ കാഴ്ച പോലെയല്ല. വയസ്മഉ, അവൻ കേൾക്കുന്നു. ലാ കസമഇനാ, നമ്മുടെ കേൾവി പോലെയല്ല. വയതകല്ലമു, അവൻ സംസാരിക്കുന്നു. ലാ കകലാമിനാ, നമ്മുടെ സംസാരം പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെ സൃഷ്ടികളുടെ വിശേഷണത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് പ്രയോഗിക്കാൻ പാടില്ല എന്ന് വളരെ ഗൗരവതരമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് തെറ്റുധാരണ വന്നു. അതിനാണ് ഞാൻ വിശദീകരിക്കുന്നത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, റഹ്മാനായ പരമകാരുണികനായ അല്ലാഹു അർശിൽ ആസനസ്ഥനായി അല്ലെങ്കിൽ ആരോഹണം നടത്തി. ഈ പദം പറയുമ്പോഴേക്ക് ചില ആളുകൾ ചോദിക്കലുണ്ട്, എങ്ങനെ ഇപ്പൊ അല്ലാഹ് അർശിലിരിക്കാം, അതെങ്ങനെ നടക്കാം, അത് അല്ലാഹ്ക്ക് പറയാൻ പാടുണ്ടോ, അത് സൃഷ്ടികളോട് സമരസപ്പെടുത്തലല്ലേ എന്ന ചില പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിക്കാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണികവനായ അല്ലാഹു അർശിന്മേൽ ആസനസ്ഥനായി എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ. കൈഫ ഇസ്തവാ, അല്ലാഹു എങ്ങനെയാണ് അർശിൽ ആസനസ്ഥനാവുക, അതെങ്ങനെയാണ്? മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി കൊടുക്കുകയാണ്. അൽ കൈഫു മിൻ ഗൈരി മഅഖൂൽ, എങ്ങനെയാണ് എന്നത് നമുക്ക് അറിയില്ല. വൽ ഇസ്തിവാഉ മിൻ ഗൈരി മജ്ഹൂലിൽ, ഇസ്തിവാ അറിയപ്പെടാത്തതല്ല, പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ അതെങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദഅത്തുൻ, അതിനെക്കുറിച്ച് ചോദിക്കൽ പുത്തനാചാരമാണ്, ദുരാചാരമാണ്. ഞാൻ വിചാരിക്കുന്നു നീ ഒരു പുത്തനാശയക്കാരനാണോ എന്ന് മഹാനായ മാലിക് ഇമാം റഹിമഹുല്ലാഹ് ചോദ്യകർത്താവിനോട് സംശയരൂപേണ പറയുന്നു. മാത്രമല്ല ആളുകളോട് പറഞ്ഞു, അയാളെ ഇത് സദസ്സിന്ന് പുറത്താക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക, എന്താ ചോദിച്ചത്? അതെങ്ങനെയാണ്? ഈ ചോദ്യം പാടില്ല, ഈ ചോദ്യം പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പരിചയമുള്ള മഹാനായ പണ്ഡിതനാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കിതാബാണ് അൽ ഗുനിയ ബി ത്വാലിബി ത്വരീഖുൽ ഹഖ് എന്ന ഈ ഗ്രന്ഥം. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ്. ഈ ഗ്രന്ഥത്തിന്റെ 57ാമത്തെ പേജ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം, ഫൽ ഇസ്തിവാഉ മിൻ സിഫാത്തിൽ ദാതി, ഫൽ ഇസ്തിവാ, ഇസ്തിവാ എന്നത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. ഇനി കേട്ടോ, വലാ യജൂസു വസ്ഫുഹു ബി അന്നഹു ഫീ കുല്ലി മകാൻ, അല്ലാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് റബ്ബിന് വിശേഷണം പറയാൻ പാടില്ല. അല്ലാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് അല്ലാഹുവിന് വിശേഷണം പറയാൻ പാടില്ല. പിന്നെ എന്ത് പറയണം? ബൽ യുഖാൽ, പിന്നെ എങ്ങനെ പറയണം? ഇന്നഹു ഫിസ്സമാഇ അലൽ അർശി, അല്ലാഹു ഉപരിയിലാണ് അഥവാ അർശിലാണ്. ഇനി കേട്ടോ, കമാ ഖാല ജല്ല സനാഉഹു, അല്ലാഹു പറഞ്ഞതുപോലെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികനായ അല്ലാഹു അർശിൽ ആസനസ്ഥനായി. വീണ്ടും അദ്ദേഹം 2-3 ആയത്ത് കൂടി കൊണ്ടുവന്നു. തുമ്മസ്തവാ അലൽ അർശ്, പിന്നെ കാണാം ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. ഇങ്ങനെ വിശദീകരിച്ചിട്ട് അല്ലാഹു ഉപരിയിലാണ് എന്ന് പറയുന്നതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം മറുപടി കൊടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹകമ ബി ഇസ്ലാമിൽ അമതി, ഒരടിമ പെണ്ണിന്റെ ഇസ്ലാം സ്ഥിരപ്പെടുത്തിയത്, ആ പെണ്ണ് മുസ്ലിമാണെന്ന് ഹുക്മ് ചെയ്തത് എങ്ങനെയാണ്? ലമ്മാ ഖാല ലഹാ, നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, ഐനല്ലാഹ്, മോളെ അല്ലാഹു എവിടെയാണ്? ആ പെണ്ണ് ഫഅശാറത് ഇലസ്സമാ, ആ പെണ്ണ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അവിടെയാണ് അല്ലാഹു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു ഉപരിയിലാണ്, അർശിന്റെ മേൽ ആസനസ്ഥനാണ്.
എന്ന വിശദീകരണത്തിന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന ഉപോത്ബലകമായ തെളിവാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതിൽ ചില ആളുകൾ കൈക്രിയ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യൻ പറയാൻ ഇസ്തിവാ എന്ന അള്ളാന്റെ വിശേഷണം അതിന് യാതൊരുവിധ വ്യാഖ്യാനവും കൂടാതെ പറയണം. അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് അർശിൽ ഇസ്തിവാ ആണ്. അതിന്റെ അർത്ഥം ലാ അലാ മഅനൽ ഖുഊദി വൽ മുമാസ്സ, എങ്ങനെയല്ല നമ്മൾ ഇരുന്നു എന്ന് പറയുന്ന രൂപത്തിൽ ആണ് എന്നർത്ഥത്തിനല്ല. ശ്രദ്ധിച്ചോണേ, ഇരുന്നു എന്ന് പറയുമ്പോ ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കാറുണ്ട്. കമാ ഖാലത്തിൽ മുജസ്സിമത്തു വൽ കറാമിയ, അള്ളാഹുവിന് ശരീരം നിശ്ചയിച്ചു കൊടുത്ത മുജസ്സിമുകളായ ആളുകൾ, അഥവാ അള്ളാഹുവിന് അവയവങ്ങൾ പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്ത മുജസ്സിമുകളായ കറാമിയത്തുകളായ ആളുകൾ പറഞ്ഞ പോലെ ആ രൂപത്തിൽ വിശ്വസിക്കാൻ പാടില്ല. പിന്നെയോ അദ്ദേഹം പറയുകയാണ്, വീണ്ടും അദ്ദേഹം പറയുന്നു, വലാ അലാ മഅനൽ ഉലുവി വർരിഫാ, അതിന്റെ അർത്ഥം ഉന്നതമായ സ്ഥാനം അല്ലെങ്കിൽ മഹത്വം എന്നർത്ഥം കൊടുത്താൽ മതി എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. ഏതുപോലെ കമാ കാലത്തിൽ അശ്അരിയത്തു, അശ്അരി ത്വരീഖത്തുകാര് ചെയ്യുന്ന പോലെ. ശ്രദ്ധിച്ചോണേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയും ഞങ്ങൾ അശ്അരി ത്വരീഖത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ മാതുരീദി ത്വരീഖത്തിന്റെ ആളുകളാണെന്നല്ലേ പറയാം. അവർ അള്ളാഹുവിന്റെ വിശേഷണത്തിൽ കൃത്രിമം നടത്തിയവരാണ്. അവർ ഇസ്തിവാഇന് റിഫഅത്ത് എന്ന് ഉലുവ് എന്ന് അർത്ഥം കൊടുത്തവരാണ്. അതും പാടില്ല. പിന്നെയോ വലാ അലാ മഅനൽ ഇസ്തിലാഇ വൽ ഗലബ, അധികാരം സ്ഥാപിച്ചു എന്ന്, അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന അർത്ഥവും പാടില്ല. ഏതുപോലെ കമാ ഖാലത്തിൽ മുഅ്തസിലത്തു, മുഅ്തസിലി കക്ഷിക്കാര് വാദിക്കുന്നത് പോലെ. നമ്മുടെ നാട്ടിലെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ പ്രസംഗം പറഞ്ഞതാണ്. റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ മുജാഹിദികൾ പറയണ പോലെ, സലഫികൾ പറയണ പോലെ അള്ളാഹു അർശിൽ ആസനസ്ഥനായി എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. പിന്നെ അള്ളാഹു അർശിൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇത് അൽ ഇബാന അൻ ഉസൂലിദ് ദിയാന എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് അബുൽ ഹസൻ ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഇസ്മായിൽ അൽ അശ്അരി, ഇമാം അശ്അരിയുടെ കിതാബാണ്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഒരു അർത്ഥം വെച്ചാൽ അത് ഒരു ബാലിശമായ അർത്ഥമാണത്. കാരണം അള്ളാഹ്ക്ക് അർശിന് മാത്രമേ ഉള്ളൂ ആധിപത്യം. അള്ളാഹ്ക്ക് ഭൂമിയിലെ ഏറ്റവും ചെറിയൊരു പുൽക്കൊടിയുടെ മേലും ആധിപത്യം ഇല്ലേ? അപ്പൊ പിന്നെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞ് വല്ല അർത്ഥമുണ്ടോ? അദ്ദേഹം ചോദിക്കാൻ അങ്ങനെ പറയാൻ പാടില്ല. മുഅ്തസിലികൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് അബുൽ ഹസൻ അശ്അരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് അദ്ദേഹം പറയാണ്, മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്, എന്തേ ഇതിങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറയാണ്, അത് ലിഅന്ന ശറഅ ലം യരിദ് ബിദാലിക, ശറഇൽ ഇപ്രകാരമുള്ള വ്യാഖ്യാന കസർത്തുകളൊന്നും വന്നിട്ടില്ല. വലാ നഖല അൻ അഹദിൻ മിനസ് സ്വഹാബത്തി വത്താബിഈന മിനസ് സലഫി സ്വാലിഹി മിൻ അസ്ഹാബിൽ ഹദീസ് ദാലിക, മുൻഗാമികളായ സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് സഹാബത്ത് താബിഈങ്ങൾ അടങ്ങുന്ന മുൻഗാമികളായ സലഫു സാലിഹീങ്ങളിൽ നിന്നും ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ബലിൽ മൻഖൂലു അൻഹും ഹംലുഹു അലൽ ഇത്ലാഖ്, പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്താണ്? അള്ളാഹു പറഞ്ഞത് അങ്ങനെ അങ്ങ് സ്വീകരിക്കലാണ്. ഏതുപോലെ മഹദിയായ ഉമ്മു സലമ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ഉമ്മു സലമ ബീവി പറഞ്ഞതുപോലെ ഏത് വിഷയത്തിൽ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഈ ആയത്തിന് ഉമ്മു സലമ ബീവി അർത്ഥം കൊടുത്ത് വിശദീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? മഹദിവർ പറയുന്നു, അൽ കൈഫു ഗൈറു മഅഖൂൽ, എങ്ങനെ എന്നത് അറിയാത്തതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ, ഇസ്തിവാ എന്നത് അറിയപ്പെടാത്തതും അല്ല. വൽ ഇഖ്റാറു ബിഹി വാജിബുൻ, അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. വൽ ജുഹൂദു ബിഹി കുഫ്റുൻ, അത് നിഷേധിക്കൽ കുഫ്രിയത്തുമാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ ഒരാള് പറയാണ്, എങ്ങനെ ഇപ്പൊ അള്ളാഹു അങ്ങനെ ആകാശത്ത് ഉപരിയിലാണ്, അർശിന്മേലാണ്, അള്ളാഹു ആകാശത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇതിപ്പോ എങ്ങനെ വിശ്വസിക്കാം എന്നൊരാള് ചോദിച്ചാൽ അവൻ കാഫിറാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തവൻ കാഫിറാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി ആ വിഷയം പറഞ്ഞു. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു ആകാശത്താണെങ്കിൽ അള്ളാഹു ഒരു സ്ഥലത്താണ് എന്ന് പറയേണ്ടി വരില്ലേ? അതെങ്ങനെ ശരിയാകുക എന്ന് ചോദിക്കുന്ന ആളുകൾ, അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അബുൽ ഹസൻ അശ്അരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അതിന്റെ 46-ാമത്തെ പേജിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയാണ്, വറഅയ്നൽ മുസ്ലിമീന ജമീഅൻ, മുസ്ലിമീങ്ങളെ മുഴുവനും നമ്മൾ കാണുന്നു, യർഫഊന ഐദീഹിം, അവരവരുടെ കൈകൾ ഉയർത്തുകയാണ്, ഇദാ ദഅൗ, അവരൊക്കെ ദുആ ചെയ്യുമ്പോൾ അവർ കൈകൾ ഉയർത്തുന്നു, നഹ്വസ്സമാ, ആകാശത്തിന്റെ ഭാഗത്തേക്കാണ് കൈകൾ ഉയർത്തുക. ലിഅന്നല്ലാഹ അസ്സ വജല്ല മുസ്തവിൻ അലൽ അർശി അല്ലദീ ഫൗഖസ് സമാവാത്, ആകാശങ്ങളുടെ മുകളിലുള്ള അർശിന്മേൽ അല്ലാഹു ആസനസ്ഥനാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നത്. ഇനി അദ്ദേഹം പറയാൻ, ഫലൗലാ അന്നല്ലാഹ അസ്സ വജല്ല അലൽ അർശി ലം യർഫഉ ഐദിയഹും അലൽ നഹ്വൽ അർശി, അല്ലാഹു അങ്ങനെ അർശിലല്ലായിരുന്നെങ്കിൽ ഒരൊറ്റാളും കൈ ഇങ്ങനെ അർശിന്റെ ഭാഗത്തേക്ക് ഉയർത്തുമായിരുന്നില്ല. കമാലാ യഹൂതുനഹു ഇദാ ദഅു ഇലൽ അർദി, ഭൂമിയിൽ അങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അവര് ദുആ ചെയ്യുമ്പോൾ കൈ കാട്ടാത്തത് പോലെ അങ്ങോട്ടും നീട്ടുമായിരുന്നില്ല. ഇപ്പൊ നമ്മള് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കണ്ടോ? ഇല്ല, എല്ലാവരും ഒരു സ്ഥലത്തേക്ക് കൈ ഉയർത്തുന്നു. അതിന്റെ അർത്ഥം അള്ളാഹു ഉപരിയിലാണ്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശദീകരിച്ച ഈ വിശദീകരണം, അവൻ പറഞ്ഞ ആ കാര്യം അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിൽ നമ്മുടെ വക വാചക കസർത്തൊന്നും കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിശദീകരിച്ചത് അങ്ങനെ വിശദീകരിക്കണം, ഒന്നിനെയും മാറ്റാൻ പാടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ആമന്തു ബില്ലാഹി വബിമാ ജാഅ അനില്ലാഹി അലാ മുറാദില്ലാഹ്. ആമന്തു ബില്ലാഹി, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, വബിമാ ജാഅ അനില്ലാഹി, അല്ലാഹുവിൽ നിന്ന് വന്നതിനെയും വിശ്വസിക്കുന്നു, അലാ മുറാദില്ലാഹ്, അല്ലാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ച്. അല്ലാഹ് എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിലെന്നെ ഞാൻ വിശ്വസിക്കാം, ഞാൻ വേറൊന്നും വിശ്വസിക്കണില്ല. അതുപോലെ തന്നെ ആമന്തു ബിറസൂലില്ലാഹി വബിമാ ജാഅ റസൂലില്ലാഹി അലാ മുറാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ പ്രവാചകൻ വിശ്വസിച്ചു. എങ്ങനെ? അതുപോലെ തന്നെ അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചു. എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ അതിൽ എന്തുദ്ദേശിച്ചു ആ രൂപത്തിൽ. എന്റെ വക ഒന്നുമില്ല, ഈ രൂപത്തിൽ. അപ്പോ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ബേജാറാവേണ്ടി വരില്ല. അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ബേജാറാവേണ്ടി വരില്ല. അപ്പൊ അള്ളാഹു അവന്റെ ദാത്തിനെ, അവന്റെ നഫ്സിനെ എന്തൊക്കെ വിശദീകരണം, എന്തൊക്കെ ഭാഗങ്ങൾ പറഞ്ഞോ അതങ്ങനെ തന്നെ സ്വീകരിക്കലാണ് സത്യവിശ്വാസിക്ക് ബാധ്യത. അവിടെ എന്തെങ്കിലുമൊക്കെ പറയരുത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാര പ്രസംഗത്തിലെ അത്ഭുതകരമായി തോന്നി എനിക്ക്. അദ്ദേഹം ചോദിക്കാണ്, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് മുജാഹിദികൾ പറയുന്നു. എവിടെ ഉള്ളത്? അള്ളാഹു അർശിലാണുള്ളത്, അർശിലാണുള്ളത്. അപ്പൊ അർശ് എവിടെയാണ്? പ്രപഞ്ചത്തിനുള്ളിലാണ്, പ്രപഞ്ചാണ്, മൊത്തത്തിലാണ്. അപ്പൊ അർശിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. ഈ ഒന്നാം ആകാശം എവിടെയുള്ളത്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ എങ്ങനെയാ അള്ളാഹ് ഇറങ്ങാൻ അങ്ങോട്ട്? സുബ്ഹാന റബ്ബി, പരിഹസിക്കാനാണ്, അള്ളാനെ പരിഹസിക്കാൻ. അതുകൊണ്ടാണ് 3-ാം നൂറ്റാണ്ടുകാരനായ ഇമാം ആജുരി അദ്ദേഹത്തിന്റെ കിതാബ് അശ്ശരിഅ, അദ്ദേഹം ആ കിതാബ് അശ്ശരിഅ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വിശദീകരിച്ചു. അദ്ദേഹം പറയാണ്, ഒരു മുസ്ലിം, ബുദ്ധിയുള്ളൊരു മുസ്ലിം അവൻ ചോദിക്കില്ല എങ്ങനെയാണ് അള്ളാഹു ഇറങ്ങുക എന്ന്.
യൻസിലു റബ്ബുനാ തബാറക വ തആല എന്ന ഹദീസ് കേട്ടാൽ അവൻ അങ്ങനെ വിശ്വസിക്കും. അവൻ ചോദിക്കില്ല എങ്ങനെയാ അല്ലാഹ് ഇറങ്ങുക എന്നവൻ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിന് ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ ചോദിക്കൽ അത് നിഷേധവും മുഅ്തസിലി ചിന്താഗതിയുമാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ നമ്മൾ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശേഷണമായി പറഞ്ഞത് എന്തോ അത് അങ്ങനെ വിശ്വസിക്കുക. അതിൽ നമ്മളെ ഭാഗ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കാൻ നിൽക്കണ്ട. ഇമാം തുഹാവി പറഞ്ഞ പോലെ വമൻ വസഫല്ലാഹ ബിമാഇനൻ മിൻ മആനിൽ ബശർ ഫഖദ് കഫറ. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും ഒന്നിനെ മനുഷ്യരുടെ അർത്ഥങ്ങൾക്ക് അഥവാ മനുഷ്യന്റെ അവയവങ്ങളുമായി ബന്ധപ്പെടുത്ത അർത്ഥത്തിലേക്ക് ചേർത്തു പറഞ്ഞാൽ അവൻ കാഫിറായി. അപ്പോ അള്ളാന്റെ മുഖം അതങ്ങനെ നമ്മളെ മുഖ അല്ലെ ആ മുഖ ഇതൊന്നും പറയാൻ പാടില്ല. വന്നത് എന്താണോ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാം. അപ്പോ പരമകാരുണികനായ അള്ളാഹു അർശിൽ ആസനത്തനായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിശ്വസിക്കാം. അതിൽ യാതൊരു മാറ്റം വരാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ വേണം? തക്കീഫ് പാടില്ല, എങ്ങനെ രൂപം പറയാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തംസീൽ, ഉദാഹരിക്കൽ, തശ്ബീഹ്, സദൃശ്യപ്പെടുത്തുക, അങ്ങനെ പാടില്ല. ഇതൊന്നുമില്ലാതെ വന്നതെങ്ങനെയാണോ അതങ്ങനെ തന്നെ സ്വീകരിക്കലാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങളിൽ ഏത് വന്നാലും ഈ ഒരു ആശയം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. അള്ളാഹു പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, ഞാനതെങ്ങനെ സ്വീകരിക്കുന്നു. അവിടെ എന്റെ വകയായി ഞാനൊന്നും കൂട്ടുന്നില്ല, ഞാനൊന്നും ചേർക്കാൻ നിൽക്കണില്ല, അതങ്ങനെ തന്നെ സ്വീകരിക്കുന്നു എന്ന ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ശരിക്കും വിശ്വാസിയാവാൻ നമുക്ക് കഴിയില്ല. നമ്മൾ കുഫ്രിയത്തിലായി പോകും, കാഫിറായി പോകും. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞു പോയ പിഴച്ച കക്ഷികളിൽ ഏതെങ്കിലും പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ തുടങ്ങി ഈ കാലഘട്ടം വരെയുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ത് നിലപാട് സ്വീകരിച്ചോ അതിലാണ് നിൽക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാർ മുജാഹിദുകളെ വിമർശിക്കാൻ വേണ്ടി സ്വന്തം മുഅ്തസിലികളും ജഹ്മികളും കുഫ്രിയത്തിലേക്കുമൊക്കെ എത്തിപ്പെടുന്ന സ്വഭാവം അവർ തന്നെ പറഞ്ഞു വെക്കുന്നു. എന്തിന്? ബഗയൻ ബൈനഹും എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭംഗിയേറ്റത്തെ വിദ്വേഷമാണ്, വെറുപ്പ് കാരണം സ്വന്തമായി ശവക്കുഴി തോണ്ടുന്ന അല്ലെങ്കിൽ സ്വന്തമായി നരകത്തിലേക്ക് എടുത്തു ചാടുന്ന സ്വഭാവമാണ് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളായ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ശരിക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ഈ വിഷയത്തിൽ ശക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് കഴിഞ്ഞ 2 സദഖയിൽ പറഞ്ഞ പോലെ ഇന്നും ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ലാഭ ബംഗർവ എന്ന സ്ഥലത്തെ അഹ്ലെ ഹദീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജാമിഅത്തുൽ ഫനാർ അത്തഅലീമിയ എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ 380ഓളം കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. അതിൽ 100ഓളം കുട്ടികൾക്ക് സൗജന്യമായ ഹോസ്റ്റൽ, ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾക്ക് ഞാൻ വല്ലാതെ വിശദീകരിക്കേണ്ടതില്ല. 2 ദിവസം ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഞാനത് ആവർത്തിച്ചു പറയേണ്ടതില്ലല്ലോ. എല്ലാവരും ഇൻഷാ അല്ലാഹ് സജീവമായി നിങ്ങൾ എല്ലാവരും അതിനെ സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു ഖൈറായ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ നിസ്കാരവും നോമ്പും നമ്മുടെ മറ്റു പുണ്യകർമ്മങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി നബിയിന മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.